അസ്സാം വലൈക്കും. പ്രിയമുള്ളവരെ, നമ്മൾ തൊട്ടു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ CM മടവൂരിനെ അള്ളയാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറയുന്ന ഒരു കൗമിന്റെ അവര് പാടുന്നൊരു പാട്ടും അവർ മുമ്പേ അത് അംഗീകരിച്ചിരുന്നു, അത് പറഞ്ഞു നടന്നിരുന്നു എന്നുള്ള ഒരു വീഡിയോയും അതുപോലെയുള്ള കാര്യങ്ങളായിരുന്നു. ഇന്നിവിടെ വിശദീകരിക്കുവാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അമിതമായി പുകഴ്ത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ മുഹബ്ബത്താണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ലോകർക്ക് മുമ്പിൽ അവഹേളിക്കുന്ന പൗരോഹിത്യത്തിന്റെ മുഖമാണ്. ഈ വീഡിയോ ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം. നിരീശ്വരവാദികളുടെ പല സൈറ്റുകളിലും ഈ കോളാമ്പി പോലെയുള്ള പേജുകളിലൊക്കെ ഈ വീഡിയോ വളരെ മോശമായിക്കൊണ്ടുള്ള ട്രോളിലൂടെയാണ് പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി എന്ന് പറയുന്ന ആള്, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്ന ചില കാര്യങ്ങളാണ്. അവിടെ പറയുന്ന ചില വാക്കുകൾ, അതിന്റെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. പല ആളുകളും കണ്ടതായിരിക്കാം, എന്നാൽ അതിലെ അപകടം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തിരിച്ചറിയാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവരാം. മുഹമ്മദ് നബിയുടെ മൂത്രവും കാഷ്ടവും എന്തേ സഹാബത്ത് സൂക്ഷിച്ചു വെക്കാഞ്ഞെന്ന് കേട്ടല്ലോ. മുഹമ്മദ് നബിയുടെ കാഷ്ടവും മൂത്രവും എന്തുകൊണ്ടേ സ്വഹാബത്ത് സൂക്ഷിച്ചു വെക്കാറുന്ന് ഉള്ള ചോദ്യത്തിന് മറുപടി ആയിട്ടൊക്കെയാണ് പറയുന്നത്. ഇനി ബാക്കി എന്താ പറഞ്ഞതെന്ന് കേട്ടു നോക്കാം നമുക്ക്. ഖിദ്മത്ത് ചെയ്ത അനസ് തങ്ങൾ പറയാൻ, എനിക്ക് ജീവിതത്തിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു റസൂലുള്ളാഹിന്റെ കാട്ടം ഒന്ന് കാണണമെന്ന്. അനസ് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടം കാണാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത്. ഇത് ഇതര മതവിശ്വാസികൾ, ഇസ്ലാമിന്റെ ബദ്ധവൈരികളായ എത്തിസ്റ്റുകൾ, എക്സ് മുസ്ലിങ്ങൾ, അതുപോലെയുള്ള ആളുകൾ എടുത്തുകൊണ്ട് വിമർശിക്കുന്നുണ്ട്, ട്രോളുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാതെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇവര്. ഞാൻ പറയുന്നതിന്റെ ബാക്കി കോലങ്ങൾ നിങ്ങൾ കേട്ടു നോക്ക്. റസൂലുള്ളാഹിന്റെ മൂത്രം ഒന്ന് കാണണമെന്ന്. റസൂലുള്ളാഹിന്റെ മലവും കാണണം, റസൂലുള്ളാഹിന്റെ മൂത്രവും കാണണം എന്ന്. എന്നിട്ട് അനസ് തങ്ങൾ പറയാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ യാത്ര ചെയ്യുന്ന സമയം അല്ലാഹുവിന്റെ റസൂലിന്റെ പിറകിൽ കൂടി ഞാൻ മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിറകിൽ കൂടെ പോവുകയാണ്. എന്തിന്? മലമൂത്ര വിസർജനത്തിന് സമയമായപ്പോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഈ പച്ച നുണ പറയുന്നത്. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കക്കൂസ് ഇരിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കാൻ പോയിക്കാണെന്ന്. എന്തിന് പറയട്ടെ, മൂപ്പര് പറയട്ടെ. ഈത്തപ്പനയുടെ മറവിൽ നബിതങ്ങളെ വിശ്രമിക്കാനിരുന്നു മലമൂത്ര വിസർജനത്തിൽ. ഈത്തപ്പനയുടെ മറവിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കാൻ ഇരുന്നിക്കണെന്ന. എന്ത് വിശ്രമിക്കാന്? മലമൂത്ര വിസർജനം നടത്താനുള്ള വിശ്രമിക്കലാണെന്ന് പറഞ്ഞു. അങ്ങനെയാവും മൂപ്പര് പഠിച്ചിട്ടുണ്ടാകുക. എന്നിട്ട് മനോഹരം കഴിഞ്ഞ് നബിതങ്ങൾ അങ്ങ് എഴുന്നേറ്റ് പോയപ്പോ റസൂലുള്ള കാട്ടിച്ച ഭൂമിയിലേക്കൊന്ന് നോക്കി അത്യാഗ്രഹത്തോടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കക്കൂസിലിരുന്ന സ്ഥലത്തേക്ക് നോക്കുന്ന അത്യാഗ്രഹത്തോടെ എന്നാ പറഞ്ഞത്. ഒരു സ്വഹാബിയെ കുറിച്ചാണ് ഈ മനുഷ്യൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് മേമാലിയെ റസൂലുള്ള മൂത്രിച്ച ഭൂമിയിലേക്ക് നോക്കി അത്യാഗ്രഹത്തോടെ. അവിടെ അത്യാഗ്രഹ. എന്നിട്ട് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു. അവിടെ ഭൂമി രണ്ട് കഷ്ണമായിട്ട് ഇങ്ങോട്ട് പിളർന്നിക്കുകയാണ്. എന്നിട്ട് ഭൂമി രണ്ട് കഷ്ടമായി പിളർന്നു. അവിടെ അത് നേരത്തെയും പറഞ്ഞു. ബാക്കി പറയും. നബിതങ്ങളുടെ കാഷ്ടവും മൂത്രവും ഒരാൾക്കും കാണാൻ പറ്റാത്ത നിലക്ക് ഭൂമി കബറടക്കം നടത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാഷ്ടവും മൂത്രവും അത് ഒരാളും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഭൂമി അങ്ങനെ കബറടക്കം നടത്തി എന്നാ പറഞ്ഞത്. എന്നാ പിന്നെ അങ്ങനെയാണെങ്കിൽ ഒരു സ്വഹാബി അതിങ്ങനെ ഒളിഞ്ഞു നോക്കാൻ പോകുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ റസൂലുള്ളാഹിനോടല്ലേ പറയേണ്ടത്? റസൂലുള്ള കാണാൻ ആഗ്രഹിക്കാത്ത കാര്യം ഒരു സ്വഹാബി ഒളിഞ്ഞു നോക്കിയിട്ട് കാണാൻ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തെറ്റല്ലേ? ഒരു സ്വഹാബിനെ കുറിച്ചിട്ട് പച്ച നുണയല്ലേ പറഞ്ഞിട്ട് മരിച്ചു പോണ്ട മൈമാലിയെ? മൈമാലി പറയാം. ആയിഷ ബീവിക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു പെണ്ണുണ്ടാണ്, വൃത്തിയ ഒരു വേലക്കാരൻ. ഇത് കഥ വേറെയാണ് കേട്ടോ. ഇതെന്താന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മൂത്രം രാത്രി ഒഴിച്ചാല് ഒരു കുപ്പിയിലാക്കി വെക്കും, അല്ലെങ്കിൽ പാത്രത്തിലാക്കി വെക്കും. എന്തിനാണെന്ന് അറിയില്ല. അത് കുടിച്ച പെണ്ണിന്റെ കഥയാണ് ഇപ്പൊ ഈ പറഞ്ഞത്. പറയും മൈമാലി പറയട്ടെ. അവൾ ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രി മൂത്രം ഒഴിച്ചു വെക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. രാത്രി മൂത്രം ഒഴിച്ചിട്ട് എടുത്തു വെക്കുക.
സാധാരണ ആളുകൾ മൂത്രമൊഴിച്ച എന്താ ചെയ്യുക? അത് വിട്ടുപോയിട്ട്, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനോട് ചേർന്നാണ് മസ്ജിദുൻ നബവി ഉള്ളത്. അപ്പോ വിട്ടുപോയിട്ടല്ലേ മൂത്രമൊഴിക്കുള്ളൂ. ഇനി വീട്ടിന്റെ ഉള്ളിൽ മൂത്രമൊഴിച്ചിട്ട് എടുത്തു വെച്ചു എന്ന് വെക്കുക. എന്നിട്ട് എന്താ ചെയ്തിക്കണ് മേമലിയാക്ക? അള്ളാഹുവിന്റെ പ്രവാചകര് ഉറങ്ങുന്ന സമയം ഈ ആയിഷയുടെ വൃത്തിയായ പെണ്ണിന് അസഹനീയമായ വയറുവേദന. അവള് നോക്കിയപ്പോ പ്രവാചകന്റെ മൂത്രമൊഴിച്ചു വെച്ച പാത്രം എടുത്ത് കുടിച്ചു. അവള് അതെടുത്തു കുടിച്ചു എന്നാ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്രം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിരിക്കുന്നു. അതെടുത്തിട്ട് വയറുവേദനയായപ്പോ കുടിച്ചു എന്നാ പറഞ്ഞത്. വയറുവേദനക്ക് മൂത്ര മരുന്ന്, അവിടെയൊക്കെ വയറുവേദനക്ക് മൂത്രാണോ കുടിച്ചിരുന്നത്? മയമാലി മോലിയാരെ, നിങ്ങൾ വല്ലാത്ത തള്ളാണ് തള്ളണത്. എന്തായാലും നിങ്ങൾ ബാക്കി തള്ളിയും ആൾക്കാർ കേൾക്കാരിക്കുണ്ടല്ലോ. പ്രവാചകന്റെ മൂത്രമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് കുടിച്ചത്. പ്രവാചകന്റെ മൂത്രാണെന്ന് അറിഞ്ഞും കൊണ്ട് തന്നെ കുടിച്ചിരിക്കണം, അല്ലാണ്ട് അറിയാണ്ട് കുടിച്ചിക്കൊന്നല്ല. എന്നിട്ട് അവരുടെ വയറുവേദന നിന്നുപോയി. അത് കുടിച്ചു കൊടുക്കുന്ന വയറുവേദന നിന്നു. വയറുവേദനക്കുള്ള മരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്രത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നായിരിക്കും പറയുന്നത്. എന്തോ ആവട്ടെ, ഇങ്ങനെയൊക്കെ ഇവർ പറയും. അവരുടെ വയറുവേദന നിന്നുപോയി. എന്നിട്ട് എന്താണെന്ന് പറയും. നേരം വെളുത്തപ്പോ റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം ചെയ്തു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പാക്കണേ. ആ പെണ്ണിനോട് റസൂലുള്ള വിളിച്ചു പറഞ്ഞത്, അല്ല ഇപ്പൊ നേരത്തെ അറിഞ്ഞും കൊണ്ട് തന്നെ കുടിച്ചെന്ന് പറഞ്ഞു, പിന്നെ ഇപ്പൊ രാവിലെ പോയിട്ട് പറയുന്നത് മാപ്പാക്കണേ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറിയിട്ടാണോ ഈ മൂത്രം എടുത്തിട്ട് മൂന്നുന്നത്? ആണോ? എന്നിട്ട് അറിഞ്ഞും കൊണ്ട് തന്നെയാണ് കുടിച്ചെന്ന് പറഞ്ഞ മയമാലി മോലിയർ പറഞ്ഞ എന്താണ്? പിറ്റേ ദിവസം പോയിട്ട് റസൂലുള്ളാ മാപ്പാക്കണേ എന്ന് പാടിയെന്നാണ്. എന്നിട്ട് മയമാലിയാക്ക എന്താണ്? വയറുവേദന മാത്രമല്ല മാറിയത്, നിന്റെ ശരീരം നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. അവിടെ ആ വാക്ക് മാത്രം മലയാളത്തിൽ പറഞ്ഞില്ല, ഇത് കാക്കപ്പെട്ടു. ഒന്നും കൂടി ഇത് കാക്കുക അല്ലേ? ഒന്നും കൂടി ഇത് കാക്കി കാണി. പ്രവാചകന്റെ അവശിഷ്ടം നിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് നരകത്തുനിന്ന് ഇത് കാക്കപ്പെട്ടു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവശിഷ്ടം ആ പെണ്ണിന്റെ വയറ്റിൽ കടന്നതുകൊണ്ട് ആ പെണ്ണ് നരകത്തിൽ കിടക്കൂല എന്നുള്ളതിന്റെ യോഗ്യത റസൂലുള്ള എടുത്തു വെച്ച മൂത്രം കട്ടെടുത്ത് കുടിച്ചു എന്നുള്ളതാണോ? ഇത് ഇങ്ങനെ കാണിച്ചത് പ്രിയമുള്ളവരെ, എത്തിസ്റ്റുകളായ എക്സ് മുസ്ലിങ്ങളായ ആളുകൾ കോളാമ്പിയൊക്കെ അത് ആഘോഷിക്കുകയാണ്. ഇയാൾ ഇതുപോലെയൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ബ്ലണ്ടറുകൾ പറയുന്നു എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രേമിക്കുകയാണ്, സ്നേഹിക്കുകയാണ്, ഹുബ്ബു റസൂലാണ്, ഇഷ്കു റസൂലാണ്, ആഷിഖു റസൂലാണെന്ന് പറഞ്ഞു നടക്കണ ഈ ആളുകള് വരുന്നുണ്ട്. ഇവരുടെ ഹുബ്ബു റസൂൽ എന്താണ്, നബിദിനം എന്താണ്, നബിദിനത്തിന്റെ അവസ്ഥകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വഴിയെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ കൊണ്ടുവരാം. ഇവിടെ പറഞ്ഞു വന്നത് റസൂലുള്ളാന്റെ അവശിഷ്ടം മുടി കൊടുന്നില്ലേ, ആ മുടിനെ ന്യായീകരിച്ചാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അത് ബോഡി വേസ്റ്റ് ആണെന്ന് ആര് പറഞ്ഞു? പിണറായി വിജയൻ പറഞ്ഞു. പിണറായി വിജയൻ പറഞ്ഞപ്പോ ബോഡി വേസ്റ്റ്, ഇനി മുടിയല്ല, മുടിനേക്കാൾ വലിയ വേസ്റ്റുകളായിട്ടുള്ള അല്ലെങ്കിൽ ആ കാര്യങ്ങള് അതുപോലും ഞങ്ങള് മരുന്നാണ്, പുണ്യമാണ്, നരകത്തിൽ നിന്ന് വരെ കാവല് ലഭിക്കുന്ന സാധനമാണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടല്ലേ ഇയാൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവഹേളിക്കുകയല്ലേ ഇവർ ചെയ്യുന്നത്. ഇതുകൊണ്ട് ഇവർക്കുള്ള നേട്ടം എന്താണ്? പുണ്യപ്രവാചകൻ, ലോകത്തിന്റെ നായകൻ, മദീനയുടെ മണവാളൻ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളരെ മോശമായിക്കൊണ്ട് ആളുകൾക്ക് മുമ്പിൽ ചിത്രീകരിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി തിന്നു നടക്കുന്ന, ചീർത്തു നടക്കുന്ന ഇതുപോലെയുള്ള പൗരോഹിത്യ ആളുകളെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് കുറ്റപ്പെടുത്തലല്ല, കുറ്റം പറയലല്ല, ഉള്ള സത്യം അത് തുറന്നു കാണിക്കലാണ്, ചൂണ്ടിക്കാണിക്കലാണ്. മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാക്കാം, ഇല്ലാത്തവര് ഇജാതി ആളുകളുടെ പിന്നാലെ നടക്കുക. പണ്ട് അംസാക്ക പറഞ്ഞത് മറക്കണ്ട, അതാ കൗമുൻ ജാഹിലൂൻ.